ഒരുക്കി തന്നല്ലോ. हमारे क्लास के आखिरी सेशन में इस प्रकार से आने के लिए प्रभु ने मौका दिया, उसके लिए धन्यवाद करता हूँ. ഈ 2 ദിവസം ക്ലാസ് എടുക്കുവാൻ തക്കോണം എന്നെ ക്ഷണിച്ച ഡൽഹി സ്റ്റേറ്റിലെ എല്ലാ ബഹുമാനീയ കർത്തദാസന്മാർക്ക് ഞാൻ ഈ സമയം നന്ദി അറിയിക്കുന്നു. और मुझे इस क्लास लेने के लिए 2 दिन निमंत्रित किया हुआ दिल्ली स्टेट के हर एक परमेश्वर के दासों को मैं अपना धन्यवाद रेखांकित करता हूँ. നാളെ ആരാധനയ്ക്ക് കൂടെ ഞാനിവിടെ ഉണ്ടായിരിക്കും. और कल आराधना के लिए भी मैं यहाँ पर उपस्थित रहूँगा. നാളെ വൈകിട്ട് ഇവിടെ നിന്ന് ചണ്ഡീഗഡിലേക്ക് പോവുകയാണ്. कल शाम को मैं यहाँ से चंडीगढ़ की ओर जाऊँगा. അവിടെ നമ്മുടെ കർത്തദാസന്മാരുടെ മീറ്റിംഗ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. और वहाँ पर हमारे प्रभु के दासों की मीटिंग अभी से ही शुरू हो रही है, चल रही है. അത് അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവമക്കളെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. और वो मीटिंग भी अनुग्रहकारी रूप से चले, आप लोग उसमें प्रार्थना दुआ करिए. ഉദയനക്കാരനായ ശീമോൻ നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങൾ, और शिमोन जो कुरीनीत से है वो जो हमें सिखाता है. 4ാമത് നമ്മൾ കണ്ടത് ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കപ്പെടും. और चौथा जो भाग हमने उसमें सीखा था कि क्रूस उठाने के लिए हमें ज़बरदस्ती किया जाता है. ബൈബിളിലെ പല നിർബന്ധങ്ങളിലൊന്ന് സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം. और हमें बहुत सारी ज़बरदस्ती की बातें हम बाइबल में पढ़ सकते हैं. उसमें से एक है कि क्रूस उठाने के लिए हमें ज़बरदस्ती किया जाए. എന്തുകൊണ്ട് നാം സുവിശേഷം അറിയിക്കണം? ഒരു 7 കാരണങ്ങൾ രാവിലെ നമ്മൾ കാണുകയുണ്ടായി. और सुसमाचार हमें क्यों सुनाना चाहिए, उसके 7 कारण हमने सुबह सीखे थे. നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, പ്രയത്നിക്കുമ്പോൾ അതിനെല്ലാം പ്രതിഫലം കർത്താവ് നമുക്ക് നൽകുന്നവനാണ്. और हम जब परमेश्वर के लिए सेवकाई करते हैं, मेहनत करते हैं, उस सब का प्रतिफल परमेश्वर हमें देता है. പത്രോസ് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞങ്ങളെല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? पत्रोस ने इस प्रकार से यीशु मसीह से पूछा कि हमने सब कुछ छोड़कर आपके पीछे हो लिए, तो हमको उसका प्रतिफल क्या मिलेगा? മത്തായി സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. मत्ती का सुसमाचार 19वां अध्याय उसका 27वां वचन. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. इस पर पतरस ने उससे कहा कि देख, हम तो सब कुछ छोड़कर तेरे पीछे हो लिए हैं, तो हमें क्या मिलेगा? ഞങ്ങൾ സകലവും വിട്ടു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? हमने सब कुछ छोड़ दिया, हमें क्या मिलेगा? എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്രോസിന് കർത്താവ് കൊടുത്ത 7 കാര്യങ്ങളുണ്ട്. और हमें क्या मिलेगा, ये सवाल पूछने वाले पतरस को यीशु मसीह ने 7 बातें दिया है. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്ന 7 കാര്യങ്ങൾ. और जब हम परमेश्वर से पूछते हैं कि हमें क्या मिलेगा, तो उसके उत्तर में भी परमेश्वर हमें 7 बातें देते हैं. പത്രോസിന് കർത്താവ് കൊടുത്ത 7 കാര്യങ്ങൾ. या फिर पत्रोस को परमेश्वर के द्वारा दिए गए 7 बातें. ഒന്ന്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന്റെ കയ്യിൽ കൊടുത്തു. पहला उसका जो विषय है, जो बात है, वो है स्वर्ग राज्य का जो कुंजी है वो परमेश्वर ने उसको दिया. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തെ വായിക്കാം. मत्ती का सुसमाचार 16वां अध्याय उसका 18 और 19. और मैं भी तुझसे कहता हूँ कि तू पतरस है, और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा, और अधोलोक की फाटक उस पर प्रबल ना होंगे. मैं तुझे स्वर्ग के राज्य की कुंजियाँ दूंगा, और जो कुछ तू पृथ्वी पर बांधेगा वह स्वर्ग में बंधेगा, और जो कुछ तू पृथ्वी पर खोलेगा वह स्वर्ग में खुलेगा. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന് കൊടുത്തു എന്ന് പറയുമ്പോൾ കർത്താവ് എന്താണ് പത്രോസിന് കൊടുത്തത്? और जब यहाँ पर लिखा गया है कि स्वर्ग के राज्य की कुंजियाँ पतरस को दी गई है, उसका क्या मतलब है कि परमेश्वर यीशु मसीह ने उसे क्या दिया है? അത് മനസ്സിലാക്കണമെങ്കിൽ പത്രോസിൽ കൂടെ ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. अगर उस बात को हमें समझना है तो पतरस के जरिए से परमेश्वर ने क्या काम किया है उसको समझने की जरूरत है. സുവിശേഷം അറിയിക്കുന്ന ആ താക്കോലിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. सुसमाचार सुनाने की कुंजी के विषय में यहाँ पर बताया गया है. ആ താക്കോൽ പത്രോസ് യഥാവിധി ഉപയോഗിച്ചു. और वो जो कुंजी है सुसमाचार सुनाने की, उसका उपयोग पतरस ने ठीक ढंग से करा. പെന്തിക്കോസ് നാളിൽ
പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പ്രസംഗിച്ചു. और पेंतुकोस के दिन में पत्रोस खड़ा होकर उसने सुसमाचार का प्रचार किया 3000 പേര് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു. और 3000 लोग स्वर्ग के राज्य में प्रवेश करते हैं. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ. प्रेरितों का काम उसका 2रा अध्याय 37-38 और 38वां वचन पढ़ेंगे. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. ഈ വചനം കേട്ട് 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു. प्रेरितों का काम 2रा अध्याय 37, 38 और 39 वचन में पत्रस ने जो वचन लोगों के सामने रखा था, वो सुनने के बाद 3000 लोग विश्वास करके बपतिस्मा लेकर कलीसिया के साथ जुड़ गए. ഈ 3000 പേരും യഹൂദന്മാരാണ്. और ये 3000 लोग यहूदी थे. അപ്പോൾ ആദ്യമായി യഹൂദന്മാരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നത് പത്രോസിന്റെ ശുശ്രൂഷയാലാണ്. तो सबसे पहले यहूदी लोगों को स्वर्ग राज्य में प्रवेश करने का कार्य पत्रस के जरिए होता है. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യമാണ്. तो इसका मतलब यह है कि स्वर्ग राज्य की कुंजी का अर्थ है कि सुसमाचार सुनाने का कुंजी. അത് പത്രോസ് വിശ്വസ്തമായിട്ട് ഉപയോഗിച്ചു. ആദ്യമായി യഹൂദന്മാരെ സുവിശേഷം പറഞ്ഞ പത്രോസ് സ്വർഗരാജ്യത്തിലാക്കി. तो उसका बहुत अच्छी तरीके से इस्तेमाल पत्रस ने किया और सुसमाचार सुनाकर यहूदियों को सबसे पहले स्वर्ग के राज्य में प्रवेश അതുപോലെ करवाया. തന്നെ ആദ്യമായി ജാതികളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതും പത്രോസാണ്. और उसी के साथ साथ सबसे पहले अन्य जातियों को भी स्वर्ग के राज्य में प्रवेश करवाने का हक पत्रस को ही मिला है. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ മാനസാന്തര വസ്തുത, അവന്റെ കുടുംബത്തിന്റെ മാനസാന്തര വസ്തുത നമ്മൾ വായിക്കുന്നു. प्रेरितों का काम 10वें अध्याय में हम कर्नेलियुस के परिवार के बारे में पढ़ सकते हैं. അതിന്റെ 24 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 24 തൊട്ടുള്ള വാക്യങ്ങൾ. प्रेरितों का काम 10वां अध्याय 24 से लेकर नीचे तक पढ़ेंगे हम. പിറ്റേന്നാൾ കൈസരിയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്തു കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റു അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്തു ചെന്നു അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളെ അയച്ചപ്പോൾ ഞാൻ എതിര് പറയാതെ വന്നത്. അങ്ങനെ പത്രോസ് ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കൂടി വന്നവരോട്, ആ ജാതികളോട് സ്വർഗരാജ്യത്തെ പറ്റി അവൻ പ്രസംഗിച്ചു. और प्रेरितों का काम 10वां अध्याय 24 से लेकर नीचे तक हम पढ़ सकते हैं कि पत्रस कुरनेलियुस के भवन में बुलाया गया है और कुरनेलियुस के सामने पत्रस ये कहता है कि मैं किसी मनुष्य को अपवित्र या पवित्र करके ना कहूँ, ये परमेश्वर ने कहा, और पत्रस के जरिए परमेश्वर ने वहाँ पर सुसमाचार सुनवाया है. അപ്പോൾ ആദ്യമായി യഹൂദന്മാരുടെ കൂട്ടത്തിലും ജാതികളുടെ കൂട്ടത്തിലും സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചത്, അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് പ്രവേശിച്ചത് പത്രോസ് സുവിശേഷം പറഞ്ഞാണ്. तो इसका मतलब यह है कि भले ही यहूदियों में हो या अन्य जातियों में हो, परमेश्वर की सेवकाई के जरिए स्वर्ग राज्य में या फिर कलीसिया के साथ जुड़ने का जो अवसर है वो पत्रस की सेवकाई के जरिए मिला है. ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് കർത്താവ് പത്രോസിന് കൊടുത്ത ഒന്നാമത്തെ കാര്യം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവന് കൊടുത്തു. तो जब पत्रस ने यीशु मसीह से पूछा कि हमें क्या मिलेगा, उसके प्रति उत्तर में यीशु मसीह ने जो सबसे पहला काम या सबसे पहला अनुग्रह जो उसको दिया है वो है स्वर्ग राज्य की ആ कुंजी. താക്കോൽ എന്താണ്? ഞാൻ പറഞ്ഞു, സുവിശേഷം പറഞ്ഞ് ജീവിതങ്ങളെ സ്വർഗരാജ്യത്തിൽ സഭയ്ക്കകത്ത് പ്രവേശിപ്പിക്കുന്ന കാര്യം. और वो कुंजी क्या है मैंने आपको बताया है, वो ये है कि सुसमाचार सुनाकर लोगों को स्वर्ग के राज्य में या फिर परमेश्वर के भवन में जोड़ना. ഈ ദേവദാസന്മാർക്ക് പ്രസംഗിക്കാനായിട്ട് ഒരു പോയിന്റ് കരുതുകയാണ്, ഈ വേദപുസ്തകത്തിലെ താക്കോലുകൾ.
और मैं जो प्रभु के दास लोग यहाँ पर हैं उनको प्रचार करने का एक टॉपिक दे रहा हूँ, एक विषय दे रहा हूँ। वो है परमेश्वर के पवित्र शास्त्र में लिखी गई अलग अलग कुंजियाँ। ഒരു 5 താക്കോലുകൾ ഞാൻ വേഗം ചൂണ്ടിക്കാണിക്കാം. और 5 कुंजियों के बारे में मैं आपको जल्द से जल्द बताना चाहूंगा। ഒന്ന് ഇവിടെ കണ്ടതായ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. और सबसे पहला जो हमने यहाँ पर पढ़ा है वो स्वर्ग राज्य की कुंजी है। ഇനി രണ്ടാമത്തെ താക്കോൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. और जो दूसरी चाबी या कुंजी है वो प्रकाशित वाक्य 1:18. पहले का 18। ഞാൻ മരിച്ചവനായിരുന്നു, ആ എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ താക്കോൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. जो दूसरी कुंजी है वो है मृत्यु और अधोलोक की कुंजी। അത് കർത്താവിന്റെ കയ്യിലാണ്. वो परमेश्वर के हाथ में है। ഈ പാതാളം എന്ന് പറഞ്ഞിരിക്കുന്നത് പാതാള പരദീസയുടെ കാര്യമാണ്. പഴയ നിമിഷന്മാർ മരിച്ചപ്പോൾ പോയി വിശ്രമിച്ച സ്ഥലമാണ്. और यहाँ पर जो अधोलोक लिखा गया है वो अधोलोक वो वैसा अधोलोक है जहाँ पर पुराने नियम के भक्त लोग मरने के बाद जाते थे। കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ പരദീസായി വിശ്രമിച്ചിരുന്ന പഴയ നിമിഷന്മാരെ അവിടെ നിന്ന് പുറത്തിറക്കി ആ പാതാള പരദീസ പൂട്ടി ഇവരെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു. जब यीशु मसीह का जी उठना हुआ तब यीशु मसीह अधोलोक में या फिर इस परदीसा में गए और पुराने नियम के भक्त लोग जो वहां पर सो रहे थे उनको लेकर अधोलोक की फाटकों को बंद कर कर परमेश्वर के पास में उनको लेकर गए। അങ്ങനെ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്കാണ് കല്ലറവാതിൽക്കൽ ഈ മഗ്നലക്കാരത്തി മരിയ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. और जब यीशु मसीह इस प्रकार से स्वर्ग की ओर यात्रा कर रहे थे तब उन्होंने मगदलिनी की जो मरियम है उसको रोते हुए वहां पर देखा। അവൾ യേശുവിനെ തൊടാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ തുടരുത്, ഞാനിത് പിതാവിന്റെ അടുക്ക പോയിട്ടില്ല. और जब उसने मरियम ने यीशु मसीह को छूने का प्रयास करा तो यीशु मसीह ने कहा कि मुझे मत छूना क्योंकि मैं अभी तक परमेश्वर के पास नहीं गया हूं। ഈ പഴയ നിമിഷന്മാരെ പിതാവിന്റെ അടുക്കൽ കാഴ്ചവെച്ച് കർത്താവ് മടങ്ങി വന്നു. और इन पुराने नियम के भक्तों को परमेश्वर के सामने रखकर प्रभु वापस आए। അന്നുച്ച കഴിഞ്ഞ് ശിഷ്യന്മാർ അവന്റെ കാല് പിടിച്ചു എന്ന് വാക്യമുണ്ട്. और वहां पर पवित्र शास्त्र में पढ़ सकते हैं उसी दिन दोपहर के बाद में शिष्यों ने उसके पैरों को पकड़ा। അപ്പോൾ പാതാളത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പാതാള പരദീസ പൂട്ടിയ ആ താക്കോലിന്റെ കാര്യമാണ്. और जो यहाँ पर अधोलोक की कुंजी लिखा गया है वो अधोलोक है जो जिसे परदीसा भी कहा जाता അത് है കർത്താവിന്റെ കയ്യിലാണ്. और वो परमेश्वर के हाथों में है। ഇനി മൂന്നാമത്തെ താക്കോൽ ദാവീദിന്റെ താക്കോലാണ്. और अभी तीसरी कुंजी या चाबी वो दाऊद की कुंजी है। വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. प्रकाशित वाक्य 3 अध्याय 7वां वचन। 3:7 വെളിപ്പാട് പുസ്തകം. ഫിലദൽഫിയ സഭയിലെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവരാണ് അരുളി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ കയ്യിൽ ദാവീദിന്റെ താക്കോൽ ഇരിക്കുകയാണ്. और प्रकाशित वाक्य 3 के 7 में हम सीख सकते हैं कि दाऊद की कुंजी है जो भी यीशु मसीह के हाथ में है। ആ താക്കോല് കർത്താവ് എവിടെ വഹിച്ചിരിക്കുന്നതെന്ന് തിരുവചനത്തിലുണ്ട്. और वो दाऊद की कुंजी परमेश्वर ने कहाँ पर रखा हुआ है उसके बारे में भी हम पवित्र शास्त्र में पढ़ सकते हैं। യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 22-ാം വാക്യത്തിലാണ്. यशायाह नबी की किताब उसका 22वां अध्याय उसका 22वां वचन पढ़ेंगे। യെശയ്യാ ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ആ അവന്റെ തോളിൽ വയ്ക്കും. അപ്പോൾ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ യേശുവിന്റെ തോളിൽ ഇരിക്കുകയാണ്. और मैं दाऊद के घराने की कुंजी उसके कंधे पर रखूंगा। ഒരു സാധനം തോളിൽ വയ്ക്കുന്നത് 2 കാരണങ്ങളാലാണ്. कोई भी चीज हम कंधे पर तब रखते हैं जब 2 कारण होते हैं। ഒന്ന്, ഭാരം കൂടുമ്പോൾ അതെടുത്ത് തോളിൽ വയ്ക്കും. जब किसी चीज का भार बहुत बढ़ जाता है तब उसको लेकर हम कंधे पर रखते हैं। 2, ഈ വലിപ്പം കൂടുമ്പോൾ ആ സാധനം എടുത്ത് തോളിൽ വയ്ക്കും. जब उसकी लंबाई बढ़ जाती है तब भी हम उसको लेकर कंधे पे रखते हैं। ഇന്ന് എല്ലാവരുടെയും കയ്യിൽ താക്കോലുണ്ട്. വീടും പൂട്ടി വന്നവരുണ്ട്. ആരും തോളത്ത് വെച്ച് വന്നില്ല, പോക്കറ്റിലോ ബാഗിലോ ഒക്കെ ഇട്ടാ വന്നേക്കുന്നത്. और आज हम सबके पास भी चाबियां हैं, जो घर की चाबियां हैं, उनमें से कोई भी उसको कंधे पर रखकर नहीं आता है। കർത്താവ് ഈ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ തോളിൽ വച്ചിരിക്കാന്ന് വെച്ചാൽ എത്ര വലിയ ബെടാ താക്കോലാണ്. और अगर यीशु मसीह ने या परमेश्वर ने दाऊद घराने की कुंजी अपने कंधे पर रखी है तो हम समझ सकते हैं कि वो कितनी बड़ी या भारी होगी। ആ താക്കോല് കൊണ്ട് തന്റെ ജനത്തിന് ഇവിടെ ഒരു വാതിൽ തുറന്നാൽ ലോകത്തിലെ മുഴുവൻ താക്കോല് കൊണ്ടുവന്നാലും ആ വാതിലിനെ അടയ്ക്കാൻ കഴിയത്തില്ല. और अगर परमेश्वर उस बड़ी चाबी से अगर अपने जनता के लिए कोई एक दरवाजा खोल देता है तो दुनिया भर की सारी चाबियां मिलकर भी उस दरवाजे को बंद नहीं कर അപ്പോൾ सकती हैं। മൂന്നാമത്തെ താക്കോൽ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ
അത് യേശുവിന്റെ തോളിലിരിക്കുന്നു. और तीसरी कुंजी या चाबी दाऊद के घराने की है जो परमेश्वर यीशु मसीह के कंधों पर है. ഇനി നാലാമത്തെ താക്കോൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. और प्रकाशित वाक्य 20वां अध्याय पहले वचन में हम चौथी कुंजी के बारे में पढ़ सकते हैं. 20-1. फिर मैंने एक स्वर्गदूत को स्वर्ग से उतरते देखा जिसके हाथ में अता कुंड की कुंजी और एक बड़ी जंजीर थी. അഗാധകൂപത്തിന്റെ താക്കോൽ ആ ദൂതന്റെ കയ്യിലിരിക്കുന്നു. अथा कुंड की कुंजी उस दूत के हाथ में है. ഈ അധോ ലോകത്തിലെ ഒരു അറയാണ് ഈ അഗാധ കൂപം എന്ന് പറയുന്നത്. और अधोलोक का एक अलग जगह है उसी के अंदर अथा कुंड जिसे कहते हैं. അത് പൂട്ടി അതിൻ്റെ ഒത്തിരി ദുഷ്ടജീവികളൊക്കെ ഉണ്ട്. ആ വേദഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് പൂട്ടി അതിന്റെ താക്കോല് ദൂതന്റെ കയ്യിലിരിക്കുന്നു. अधोलोक का एक अलग जगह है अथा कुंड जिसके अंदर बहुत सारे जंगली जानवर है. उसको बंद कर कर परमेश्वर ने वो कुंजी भी अपने हाथ में रखी हुई है. ഇനി അഞ്ചാമത്തെ താക്കോൽ പരിജ്ഞാനത്തിന്റെ താക്കോൽ. और अभी जो पांचवी कुंजी है वो है ज्ञान की कुंजी. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 52-ാം വാക്യം. लूका का सुसमाचार 11वां अध्याय उसका 52 वचन में हम पढ़ सकते हैं. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. കണ്ടോ, പരിജ്ഞാനത്തിന്റെ താക്കോൽ നിങ്ങൾ എടുത്തു കളയുന്നു. तुमने ज्ञान की कुंजी ले तो ली परंतु तुमने आप ही प्रवेश नहीं किया. അതായത് ജനത്തെ വഴിതെറ്റിച്ച് കളയുക. इसका मतलब है कि जो व्यवस्थापक लोग हैं वो जनता को भटका रहे हैं. ഇങ്ങനെയുള്ള താക്കോലുകളെ പറ്റി വേദപുസ്തകത്തിൽ तो പരാമർശമുണ്ട്. इस प्रकार के कुंजियों के बारे में पवित्र शास्त्र में लिखा गया है. നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന പത്തോസിന്റെ ചോദ്യത്തിന് പത്തോസിന് ഒന്നാമതായി കർത്താവ് കൊടുത്തത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. तो जब पतरस ने यीशु मसीह से पूछा कि हमें क्या मिलेगा तो उसके प्रत्युत्तर में परमेश्वर ने सबसे पहले जो पतरस को दिया है वो है सुसमाचार की कुंजी. എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്തോസിന്റെ ചോദ്യത്തിന് രണ്ടാമത് കർത്താവ് അവന് കൊടുത്തത് സ്വർഗീയ വെളിപ്പാടാണ്. और क्या हमें मिलेगा इसका प्रत्युत्तर में यीशु मसीह ने जो दूसरी चीज पतरस को दी है वो है स्वर्ग राज्य के बारे में प्रकाशन. മത്തായി സുവിശേഷം 16-ാം അധ്യായം 17-ാമത്തെ വാക്യം. मत्ती का सुसमाचार 16वां अध्याय उसका 17वां वचन. यीशु ने उसको उत्तर दिया कि हे शमयोन योना के पुत्र, तू धन्य है क्योंकि मांस और लहू ने नहीं परंतु मेरे पिता ने जो स्वर्ग में है यह बात तुझ पर प्रकट കണ്ടോ, की है. ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. मांस और लहू ने नहीं मगर मेरे पिता जो स्वर्ग में है ये बातें तुझे प्रकट की गई है. അപ്പോൾ ആ സ്വർഗീയമായ വെളിപ്പാട് ഈ പത്തോസിന് കർത്താവ് കൊടുത്തു. तो ये स्वर्गीय प्रकाशन भी पतरस को मिला गया है. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് മൂന്നാമത് പത്തോസിന് കൊടുത്തത് അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ എന്ന സ്ഥാനമാണ്. और तीसरी बात जो पतरस को यीशु मसीह ने उसके सवाल के प्रत्युत्तर में दिया है वो है प्रेरितों में सबसे पहला पद. മത്തായി സുവിശേഷം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം. मत्ती का सुसमाचार उसका 10वां अध्याय उसका दूसरा वचन. മത്തായി 12 അപ്പോസ്തലന്മാരുടെ പേരാണിത്. ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമോൻ. ഒന്നാമൻ. കണ്ടോ, അപ്പോൾ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് കർത്താവ് കൊടുത്തത് അവൻ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തു. അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ പത്രോസ്. और जब पतरस ने यीशु मसीह से पूछा हमें क्या मिलेगा तो उसके प्रत्युत्तर में मत्ती का सुसमाचार 10:2 में लिखा है और 12 प्रेरितों के नाम ये है पहला शिमोन. तो पहला जो औदा है वो शिमोन को मिला है. അപ്പോൾ എല്ലാ സ്ഥാനത്തും എല്ലാ സ്ഥലത്തും നമ്മെയും നമ്മുടെ തലമുറകളെയും ഒന്നാമതായി നിർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. और हर जगह पर हमें और हमारे संतानों को परमेश्वर पहले स्थान पर खड़ा करता है. അതുകൊണ്ടാണ് അവൻ നമ്മെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മുമ്പിൽ നിന്ന് നയിക്കുക. അല്ല, പാമ്പിന്റെ തലയും വാലും അല്ല തലയെ നമ്മളെ ഭാവനെ കൊണ്ടുവരേണ്ടത്. തലയാക്കുക എന്ന് വെച്ചാൽ മുമ്പിൽ നിന്ന് നയിക്കത്തക്കവണ്ണം ഒന്നാമതാക്കുമെന്നുള്ളതാണ്. इसलिए परमेश्वर के वचन में लिखा गया है कि वो हमें पूछ नहीं सर बनाएगा. उसका मतलब ये नहीं है कि हम सर या पूछ बनेंगे मगर हम आगे से उसका लोगों का नियंत्रण करेंगे. 4 എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് നാലാമത് കർത്താവ് പത്രോസിന് കൊടുത്തത്
അത്ഭുത രോഗശാന്തി ശുശ്രൂഷ കൊടുത്തു. और चौथी बात जो पतरस को परमेश्वर ने दिया है उसके सवाल के प्रत्युत्तर में वो है कि रोगियों को चंगा करने का वरदान. പത്രോസിൽ കൂടെ നടന്ന അനവധി അത്ഭുത രോഗശാന്തികളുണ്ട്. और पतरस के जरिए परमेश्वर ने बहुत सारे अनेकों रोगियों को चंगा किया है. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. 3-ാം അധ്യായം 6-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ റെക്കോർഡഡ് മിറക്കിളാണ്, രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമാണ്. सबसे पहला जो लिखा हुआ चमत्कार जो अद्भुत कार्य हुआ है वो प्रेरितों का काम 3 अध्याय 6 वचन में लिखा गया है. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ജന്മനാ മുടന്തനായവനെ പത്രോസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി. जो बचपन से लंगड़ा हुआ एक व्यक्ति है उसको पतरस के जरिए परमेश्वर ने चंगाई दी है. എന്ത് കിട്ടും? അത്ഭുത രോഗശാന്തി ശുശ്രൂഷ കിട്ടി. क्या मिलेगा हमें? और उसको एक अद्भुत रीति से बीमारों को चंगा करने का वरदान मिला. ഇനി 5 എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് 5-ാമത് കത്ത് പത്രോസിന് കൊടുത്തത് മരിച്ചവരെ ഉയർപ്പിപ്പാനുള്ള ദൈവകൃപ. हमें क्या मिलेगा इस सवाल के प्रत्युत्तर में? यीशु मसीह ने जो 5वीं चीज पतरस को दी है वो है मुर्दों को जिंदा करने का अधिकार. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 40-ാം വാക്യം. प्रेरितों का काम उसका 9वां अध्याय उसका 40वां वचन. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. കണ്ടോ? തബീതയെ ഉയർപ്പിച്ച ദൈവകൃപ പത്രോസിന്റെ മേലുണ്ടായിരുന്നു. तो तबीता को जी उठाने वाली परमेश्वर का सामर्थ्य पतरस के अंदर था. ഈ വേദപുസ്തകത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉയർത്തെഴുന്നേറ്റ 8 വ്യക്തികളാണുള്ളത്. और परमेश्वर के वचन में एक करके जी उठे हुए 8 लोगों के बारे में बताया गया है. അതിൽ പഴയ നിയമത്തിൽ 3 പേരും പുതിയ നിയമത്തിൽ 5 പേരുമാണ്. और उसमें पुराने नियम में 3 लोग हैं और नए नियम में 5 लोग हैं. പഴയ നിയമത്തിൽ ഒന്നാമത് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഏലിയ പ്രവാചകൻ ഉയർത്തെഴുന്നേൽപ്പിച്ച സദഫാത്തിലെ വിധവയുടെ മകൻ. और पुराने नियम में सबसे पहले जी उठा हुआ व्यक्ति जो था वो एलिया नबी के जरिए साराफात की जो विधवा है उसका बेटा था. പഴയ നിയമത്തിൽ ഉയർത്തെഴുന്നേറ്റ രണ്ടാമത്തെ വ്യക്തി എലീശ പ്രവാചകൻ ഉയർത്തെഴുന്നേൽപ്പിച്ച ശൂനേം കാരത്തിയുടെ മകൻ. और दूसरा एलेशा नबी के जरिए शूनेम की जो विधवा थी उसके बेटे को जी उठाया गया. പഴയ നിയമത്തിൽ മൂന്നാമത് ഉയർത്തെഴുന്നേറ്റ വ്യക്തി എലീശ പ്രവാചകന്റെ അസ്ഥിയിൽ തൊട്ട് ജീവൻ പ്രാപിച്ച ഇസ്രായേൽക്കാരൻ പടയാളി. और तीसरा जो था एलीशा नबी की हड्डियों से छूने के बाद जी उठा हुआ इजराइल का एक व्यक्ति था. ഇവരാണ് പഴയ നിയമത്തിൽ ഒറ്റയ്ക്ക് ഉയർത്തെഴുന്നേറ്റ 3 വ്യക്തികൾ. और ये 3 लोग हैं जो पुराने नियम में एक करके अकेले जी उठे हुए व्यक्ति. ഇനി പുതിയ നിയമത്തിലെ 5 പേരിൽ 3 പേരെ യേശു കർത്താവാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. और पुराने नियम में 5 लोगों जो जी उठे उसमें से 3 लोगों को, नए नियम में जो 5 लोग जी उठे उसमें से 3 लोगों को यीशु मसीह ने जी उठाया है. ഒന്ന്, പള്ളിപ്രമാണിയായ യായിരോസിന്റെ മകളെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. और जो सबसे पहला था याइरोस की जो बेटी है उसको जी उठाया गया. 2, നയീനിലെ വിധവയുടെ മകനെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. और दूसरा नईन में जो विधवा थी उसके बेटे को यीशु मसीह ने जिंदा किया. 3, ബേഥാനിയയിലെ ലാസറിനെ യേശു ഉയർപ്പിച്ചു. तीसरा बेथानिया का जो लाजर था उसको परमेश्वर ने जी उठाया. യായിരോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ ആ ശവശരീരം വീട്ടിൽ കിടക്കുകയാണ്. और जब याइरोस की बेटी को परमेश्वर ने जिंदा किया तब वो शव शरीर भवन में पड़ा हुआ था. നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുമ്പോൾ അത് നടക്കുന്നത് വഴിയിലാണ് നടക്കുന്നത്. और जब नईन की विधवा के बेटे को परमेश्वर ने जिंदा किया तो वो हादसा नगर के बाहर हो रहा था. ലാസനെ ഉയർപ്പിക്കുമ്പോൾ അവൻ മരിച്ച് 4 നാളായി കല്ലറയ്ക്കകത്തിരിക്കുകയാണ്. അവനെ ഉയർപ്പിച്ചു. और लाजर को जब परमेश्वर ने जिंदा करा तो उसको मरे हुए 4 दिन हो गया था और वो कब्र में पड़ा था. ഏത് വിധത്തിൽ മരിച്ചവരെയും ഉയർപ്പിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കഴിയും. और चाहे किसी भी तरीके से मरा हुआ व्यक्ति हो उसे जिंदा करने का अधिकार हमारे परमेश्वर के हाथ में है. അപ്പോൾ നമ്മൾ 6 പേരെ കണ്ടു. और हम 3 + 3 6 लोगों के बारे में पढ़ चुके हैं. 7ാമത് ഉയർപ്പിച്ചതാണ് ഈ പത്രോസ് ഉയർപ്പിച്ചതായ യോപ്പയിലെ തബീത.
और ये सातवां जो विषय है, सातवां जो व्यक्ति को जिंदा किया है, वो पतरस के जरिए योपा में जो तबीता नामक लड़की है उसको जिंदा किया है। എട്ടാമത് ഉയർപ്പിച്ചത് പൗലോസ് ഉയർപ്പിച്ച യൂത്തിക്കോസ്. और आठवां जो इस व्यक्ति को जिंदा किया वो पौलुस के जरिए यूतिफोस नामक एक व्यक्ति है। അത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ കാണും. और वो प्रेरितों का काम उसके 20वें अध्याय में हम पढ़ सकते हैं। മൂന്നാം തട്ടിൽ വെച്ച് യോഗം നടക്കുക. तीसरे फ्लोर में रखकर एक मीटिंग चल रहा है। യൂത്തിക്കോസ് എന്ന പേരുള്ള യൗവനക്കാരൻ കിളിവാതിക്ക പോയിരുന്നു. यूतिकोस नामक एक नौजवान है जो खिड़की के पास बैठा हुआ था, അതേനെ അപകടം പിടിച്ച സ്ഥലമാണ്. और वही एक खतरनाक जगह है। അവിടെ ഇരുന്ന് ഒതങ്ങാനും കൂടെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? और अगर वहां बैठकर अगर वो सोने भी लग गया तो फिर क्या कहना। ഒതങ്ങി മൂന്നാം തട്ടിൽ താഴെ വീണ് അയാളങ്ങ് മരിച്ചുപോയി. और सोते सोते वो तीसरी मंजिल से नीचे गिरकर मर गया। പൗലോസ് യൂത്തിക്കോസിനെ തലോടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന് ജീവൻ മടങ്ങി വന്നു. और पौलुस ने उसे उठाया और उसके लिए प्रार्थना करी और उसके अंदर जीवन आ गया। അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് അഞ്ചാമത് കർത്താവ് പത്രോസിന് കൊടുത്തത് മരിച്ചവയെ ഉയിർപ്പിപ്പാനുള്ള ദൈവകൃപ, ദൈവശക്തി. तो जब पतरस ने ये पूछा कि हमें क्या मिलेगा, तो उसके प्रत्युत्तर में यीशु ने उसको जो 5 चीजें दी, वो पांचवा ये था कि उसको मृत्यु लोगों को जिंदा करने का अधिकार दिया गया। എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് പത്രോസിന് കൊടുത്ത ആറാമത്തെ കാര്യം പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ പേര് എഴുതി വെച്ചു. और जो छठा विषय जो पतरस को परमेश्वर ने दिया वो ये है, नई यरूशलेम की नींव में उसका नाम लिखा गया है। 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ ആ പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാനത്തിലുണ്ട്. और 12 प्रेरितों के नाम उस नई यरूशलेम की नींव में लिखा गया है। വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 14-ാമത്തെ വാക്യം. प्रेरितों का काम उसका 21-ാം അധ്യായം 14-ാം വാക്യം. 21 अध्याय उसका 14 वचन। നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. കണ്ടോ, കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേര് അടിസ്ഥാന കല്ലിന്മേൽ എഴുതി വെച്ചേക്കുക. और मेमने के 12 प्रेरितों के 12 नाम नगर की शहरपनाह के 12 नेव में लिखे हैं। അപ്പോൾ എന്ത് കിട്ടും? പുതിയ നിയമത്തിൽ, നിത്യതയിൽ, പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാനത്തിൽ മായാതെ വണ്ണം പത്രോസിന്റെ പേര് എഴുതി വെച്ചേക്കും. और क्या मिलेगा ये पूछने पर आमीन, यहाँ पर हम पढ़ सकते हैं कि नई यरूशलेम में नींव में आमीन कभी ना बिगड़ने वाला नाम आमीन पतरस का लिखा गया है। ഏഴാമത് ഒടുവിലായി എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് കർത്താവ് പത്രോസിന് കൊടുത്തത് സിംഹാസനം കൊടുത്തു. और सबसे आखिर में 7वां आमीन हल्ले जो पतरस को दिया गया है वो है कि उसको सिंहासन मिला गया है। മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. मत्ती का सुसमाचार 19वां अध्याय उसका 28वां वचन। 19-28. यीशु ने उनसे कहा, मैं तुमसे सच कहता हूं कि नई उत्पत्ति से जब मनुष्य का पुत्र अपनी महिमा के सिंहासन पर बैठेगा तो तुम भी जो मेरे पीछे हो लियो हो 12 सिंहासनों पर बैठकर इजराइल के 12 गोत्रों का न्याय करोगे। കണ്ടോ, നിങ്ങൾ 12 സിംഹാസനത്തിന്മേൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12-നെയും നിങ്ങൾ ന്യായം വിധിക്കാൻ പോകുക. यहाँ पर लिखा है कि तुम लोग 12 सिंहासनों पर बैठकर इजराइल के 12 गोत्रों का न्याय करोगे। ദൈവദാസന്മാരെ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. परमेश्वर के दासों, परमेश्वर के लिए सेवकाई करने वाले आप लोगों के लिए परमेश्वर ने जो रखा गया है उस विषय के बारे में हम अभी बात कर रहे हैं। കുലനക്കാരനായ ശീമോൻ നമുക്ക് നൽകുന്ന അഞ്ചാമത്തെ ആത്മീയ പാഠം യേശുവിന്റെ പുറകെ മാത്രമേ നടക്കാവൂ. और कुरेनी शिमोन जो हमें दे रहा है उसमें से 5वीं सीख ये है कि यीशु मसीह के पीछे ही चलना है। അത് ലൂക്കോസ് മാത്രമാണ് ക്രൂശ് ചോപ്പിച്ചു യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി എന്ന് പറഞ്ഞത്. और केवल लूका ही हमें ये बताता है कि शिमोन को क्रूस जबरदस्ती उठवाया गया और यीशु मसीह के पीछे चलाया गया। അതിന്റെ കാരണം ഞാൻ ഓർപ്പിച്ചു. ലൂക്കോസ് യവനന്മാർക്ക് വേണ്ടി, ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. और उसका कारण मैंने आप लोगों को बताया है कि लूका ने यूनानी लोगों के लिए, ग्रीक लोगों के लिए वो सुसमाचार लिखा है। യേശുവിനെ മനുഷ്യനായിട്ടാണ് ലൂക്കോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. और यीशु मसीह को एक मनुष्य के रूप पर लूका ने वहां पर दर्शाया है। ഈ ലൂക്കോസ് വൈദ്യനാണ്, ഇദ്ദേഹം ഡോക്ടറാണ്.
और एक लूका जो है वो एक डॉक्टर है. അവൻ മനുഷ്യരുടെ ആരോഗ്യ സ്ഥിതി നന്നായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറാണ് ഈ ലൂക്കോസ്. और मनुष्य की स्थिति को अच्छे से जानने वाला एक डॉक्टर है लूका. ക്രൂശിന്റെ ഭാരമുള്ള ഭാഗം ബലഹീനനായ യേശുവിന്റെ തോളിലാണ് ഇരിക്കുന്നത്. और क्रूस का जो सबसे भारी हिस्सा है वो अभी भी यीशु मसीह के कंधों पर है. ആ ഭാരം കുറഞ്ഞ ഭാഗം ഈ താഴോട്ടേക്ക് നീണ്ടു കിടക്കുന്ന ആ തടിയുടെ ഭാഗം അതാണ് ശീമോന്റെ തോളിൽ ഇരിക്കുന്നത്. और क्रूस का जो पिछला हिस्सा है जो लंबा वो है वो अभी शिमोन के हाथों में है. ഇവിടെ യേശുവിനേക്കാൾ ബലം കൂടുതൽ ആരോഗ്യം കൂടുതൽ ശിമോനാണ്. और यहाँ पर यीशु से भी ज्यादा बलवान और आरोग्य व्यक्ति शिमोन है. എന്നാൽ ലൂക്കോസ് എടുത്തു പറഞ്ഞു ബലം രോഗപ്രകാരം ബലമുള്ള ശീമോനെ യേശുവിന്റെ ക്രൂശ് ചോപ്പിച്ചു, യേശുവിന്റെ പുറകാലെ നടക്കുമാറാക്കി. मगर लूका यहाँ पर कहता है कि जो ज्यादा बलवान था वो शिमोन को यीशु मसीह के पीछे उसका क्रूस उठाकर चलने के लिए कहा. എപ്പോഴും യേശു വേണം നമ്മുടെ മുമ്പിൽ നടക്കുവാൻ. और हमेशा यीशु हमारे आगे चलना चाहिए. നാം അവന്റെ പിന്നിലാണ് എപ്പോഴും നടക്കുന്നത്. और हम हमेशा उसके पीछे ही चलते हैं. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം. मरकुस का सुसमाचार 10वां अध्याय उसका 32वां वचन. യേശുവിന്റെ സ്ഥാനം എപ്പോഴും മുമ്പിലാണ്. और वो यरूशलेम को जाते हुए मार्ग में थे और यीशु उनके आगे आगे जा रहा था. കണ്ടോ, യേശു അവർക്ക് മുമ്പായി നടന്നു. मरकुस का सुसमाचार 10 के 32 में हम पढ़ते हैं कि यीशु उनके आगे आगे चल रहा था. അപ്പോൾ യേശു മുമ്പിൽ നടന്നു, ശിഷ്യന്മാർ അവന്റെ പുറകാലിയാണ് നടന്നത്. और इसका मतलब यीशु आगे चल रहा था और उसके चेले उसके पीछे चल रहे थे. ഇനി യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോഴോ എന്റെ പിന്നാലെ വരുവീൻ എന്ന് പറഞ്ഞാ വിളിച്ചത്. और जब यीशु ने अपने चेलों को अपने साथ जुड़ने के लिए कहा तो यीशु मसीह ने कहा कि मेरे पीछे हो लो. മത്തായി സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. मत्ती का सुसमाचार 4 का 19. और എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ കണ്ടോ, പിടിക്കുന്നവരാകുമെന്ന് അവരോട് എന്റെ പറഞ്ഞു. പിന്നാലെ വരുവീൻ. मेरे पीछे चले आओ. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. मत्ती का सुसमाचार 16 का 24 भी. തന്റെ ക്രൂശ് എടുത്ത് तब ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും ആ തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ആ. അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? 16:24. तब പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ആ. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ആ. തന്നെത്താൻ തന്റെ ത്യജിച്ച് ക്രൂശ് എടുത്ത് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിന്റെ പുറകെ വേണം പോകാൻ. यदि कोई मेरे पीछे आना चाहे तो अपने आप का इनकार करके अपना क्रूस उठाए और मेरे पीछे हो ले. ആടെപ്പോഴും ഇടയന്റെ പുറകെ നടക്കുന്നതാണ്. भेड़ हमेशा चरवाहे के पीछे ही चलना चाहिए. ഇടയൻ വേണം നമ്മുടെ മുമ്പിൽ നടക്കുവാൻ. और चरवाहा हमेशा हमारे आगे चलना चाहिए. അപ്പോൾ ശീമോൻ നമുക്ക് നൽകുന്ന 5-ാമത്തെ ആത്മീയ പാഠം, യേശുവിന്റെ പുറകെ മാത്രമേ നമ്മൾ നടക്കാവൂ. तो शिमोन हमें देने वाला 5वां सीख ये है कि हमें हमेशा यीशु मसीह के पीछे चलना है. ഈ കുതനക്കാനായ ശീമോൻ നമുക്ക് നൽകുന്ന 6-ാമത്തെ ആത്മീയ പാഠം, और ये कुरेनी शिमोन हमें देने वाली जो 6ठी सीख है वो ये है. ക്രൂശ് ചുമക്കുന്നവരുടെ തലമുറ പ്രസിദ്ധരാകും. और वो सीख ये है कि जो क्रूस उठाते हैं उनकी संतानें प्रसिद्ध होती है. ഈ ശീമോൻ അലക്സാണ്ടർ റൂഫോസ് എന്ന 2 മക്കളുണ്ടെന്നുള്ള കാര്യം മർക്കോസ് മാത്രമേ പറഞ്ഞുള്ളൂ. और केवल मरकुस ने ही ये लिखा है कि शिमोन के अलेक्जेंडर और रूफस नामक 2 बच्चे हैं. അത് പറയാൻ കാരണം മർക്കോസ് സുവിശേഷം എഴുതുന്നത് റോമാക്കാർക്ക് വേണ്ടിയാണ്. और उसका कारण ये है कि मरकुस जो है वो रोमी लोगों के लिए सुसमाचार लिख रहा था. ആ റോമാലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ ഈ ശീമോന്റെ മകൻ റൂഫോസിന്റെ കാര്യം പറയുന്നുണ്ട്. और जब वो रोमियो की पत्री पौलुस लिख रहा था तो वहां पर शिमोन के पुत्र अलेक्जेंडर रूफोस के बारे में बताया है. റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം. रोमियो की पत्री 16वां अध्याय उसका 13वां वचन. കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും ആ. എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. കണ്ടോ, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ്. ആ റൂഫോസ്
ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ശീമോന്റെ മകനാണ്. और रूफोस जो प्रभु में चुना हुआ है और उसकी माता को जो मेरी भी है, दोनों को नमस्कार. ये वो रूफोस है जो क्रूस उठाए हुए शिमोन का पुत्र है. ആ ശീമോൻ റോമാ സഭയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. और ये रूफोस रोमी कलीसिया का एक बहुत बड़ा प्रधान विश्वासी था. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ മക്കളുടെ കാര്യം എടുത്തു പറഞ്ഞത്. മർക്കോസ് റോമാക്കാർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. इसलिए मरकुस ने जब सुसमाचार लिखा तो बच्चों के बारे में, रूफोस और अलेक्जेंडर के बारे में लिखा, क्योंकि वो रोमियो के लिए वो सुसमाचार लिख रहा था. അപ്പോൾ ക്രൂശ് ചുമന്ന ശിമോന്റെ മകൻ റൂഫോസ് കർത്താവിൽ പ്രസിദ്ധനായി. इसलिए क्रूस उठाए हुए शिमोन का पुत्र रूफुस परमेश्वर में प्रसिद्ध हुआ. ആ സഭയുടെ ബിഷപ്പായി ഒരു ഉന്നത സ്ഥാനം ഈ റൂഫോസിന് ലഭിച്ചു. और उस कलीसिया का बिशप बनकर एक बहुत बड़ा स्थान परमेश्वर ने इस रूफोस को दिया. ഈ അലക്സാണ്ടറിനെ പറ്റി എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി എന്നാണ്. और अलेक्जेंडर जो शिमोन का दूसरा पुत्र था, उसके बारे में ये हम पढ़ सकते हैं कि वो एक नगर का, एक जगह का गवर्नर के रूप में बन गया. അപ്പോൾ ക്രൂശ് ചുമന്ന ശീമോന്റെ ഒരു മകൻ ബിഷപ്പ്, മറ്റേ മകൻ ഗവർണർ. और क्रूस उठाए हुए शिमोन के एक पुत्र बिशप और दूसरा पुत्र गवर्नर बन गए. ഇനി ഈ കുതിരക്കാരനായ ശീമോനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. और दूसरी बात, ये क्रूस उठाए हुए शिमोन के बारे में लिखी गई एक बात है. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ प्रेरितों का काम उसका 13वां अध्याय पहला वचन जब हम पढ़ते हैं, ഈ അന്ത്യോക്യയിലെ സഭയിൽ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, ആ നീഗർ എന്നു പേരുള്ള ശീമോൻ, അത്ര നിൽക്കട്ടെ. അപ്പോൾ അന്ത്യോക്യ സഭയിൽ നീഗർ എന്ന് പേരുള്ള ഒരു ശീമോനെ പറ്റി പറയുന്നു. और अंताकिया की कलीसिया में नीगर नाम का एक शिमोन है जिसके बारे में यहाँ पे बताया गया है. നീഗർ എന്ന വാക്കിന്റെ അർത്ഥം കറുത്തവൻ എന്നാണ്. नीगर शब्द का मतलब है काला. അപ്പോൾ നീഗർ എന്ന് പേരുള്ള ശിമോൻ എന്ന് പറയുന്നത് കുറേനക്കാരനായ ശീമോനാണ് എന്നൊരു അഭിപ്രായം വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. तो इसका मतलब आमेन, जो काला शिमोन है उसका एक मतलब ये भी हो सकता है कि कुरेन से निकला हुआ शिमोन है, वो हो सकता है, അത് ऐसा कहते हैं. അപ്പോൾ സത്യമാണെങ്കിൽ ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ശീമോൻ അന്ത്യോക്യ സഭയിലെ പ്രധാനപ്പെട്ട വ്യക്തിയായി. और अगर ये बात सच है तो उसका अर्थ ये हुआ कि क्रूस उठाया हुआ शिमोन अंताकिया की कलीसिया में एक बहुत बड़ा प्रधान है. മക്കളിൽ ഒരുവനായ റൂഫോസ് റോമാ സഭയിലെ പ്രധാനിയായി. और बच्चों में से एक व्यक्ति, एक रूफुस, रोमियो की कलीसिया में एक प्रधान था. മക്കളിൽ വേദോത്തനായ അലക്സാണ്ടർ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി. और दूसरा बेटा अलेक्जेंडर जो है एक जगह का गवर्नर बनता है. ക്രൂശ് ചുമക്കുന്നവരുടെ തലമുറ പ്രസിദ്ധരാകും. और क्रूस उठाने वाले लोगों की संतान प्रसिद्ध होगी. നമ്മുടെ മക്കൾ പ്രസിദ്ധരാകാൻ നമ്മൾ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല, ക്രൂശ് ചുമന്ന് നിന്നാൽ മതി. और अगर हम चाहते हैं कि हमारी संतान प्रसिद्ध हो तो हमें और कुछ नहीं करना है, बस क्रूस उठाना है. ക്രൂശ് ചുമക്കുന്നവരുടെ തലമുറകളെ എല്ലാ കാലത്തും ദൈവം ദേശമധ്യേ ഉയർത്തിയിട്ടേ ഉള്ളൂ. और क्रूस उठाने वाले सब लोगों की संतानों को परमेश्वर ने हमेशा नगर के बीच में प्रसिद्ध ही किया है. ഇന്ന് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്, എങ്കിലും ക്രൂശ് ചുമക്കുന്നവരുടെ തലമുറകളെ ഉയർത്തുന്നവനാണ് വിളിച്ച ദൈവം. और आज कष्ट है, परेशानियां हैं, मगर क्रूस को उठाने वाले लोगों की संतानों को परमेश्वर हमेशा आशीषित करेगा. ഏഴാമത് ഒടുവിലായി കുറേനക്കാരനായ ശീമോൻ നമുക്ക് നൽകുന്ന ആത്മീയ പാഠം. और सातवां और सबसे आखिरी सीख जो कुरेन का शिमोन हमें सिखाता है वो ये है, ക്രൂശ് ചുമക്കുന്നവന്റെ ഭാര്യ പ്രശംസിക്കപ്പെടും. और जो क्रूस उठाता है उसकी पत्नी भी प्रशंसा के योग्य होती है. റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. रोमियो की पत्री 16वां अध्याय उसका 13-ാം വാക്യം. 13वां वचन दोबारा हम पढ़ेंगे. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും ആ. എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. കണ്ടോ, പൗലോസ് പറയുകയാണ് റൂഫോസിന്റെ അമ്മ എന്റെയും അമ്മയാണ്. और यहाँ पर रोमियो की पत्री 16 के 13 में पौलुस कहता है कि रूफुस की जो माता है वो मेरी भी माता है. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് റൂഫോസിന്റെ അമ്മ എന്റെ അമ്മയാണ്. और प्रेरितों में सबसे बड़ा प्रेरित पौलुस कहता है कि रूफुस की माता मेरी भी माता है. ഈ അമ്മമാരുടെ ഉത്തരവാദിത്തം പ്രാർത്ഥനയിൽ
മക്കളെ ഒളിപ്പിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. और माताओं की सबसे बड़ी काम यह है कि प्रार्थना में अपने बच्चों को छुपाना या रखना है. ഈ അപ്പന്മാരെക്കാൾ കൂടുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അമ്മമാരാണ്. और पिताओं से ज्यादा अपने बच्चों के लिए प्रार्थना हमेशा माता करती है. അതുകൊണ്ട് ഈ അമ്മമാര് മരിച്ച് കിടക്കുമ്പോൾ ഈ മക്കൾ പറയുന്ന ഈ അനുസ്മരണം ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കും. और जब किसी की माता मर जाती है तो सबसे ज़्यादा जो बच्चे उसके बारे में याद कर कर कहते हैं वो मैंने बहुत ध्यान से सुना है. എല്ലാ മക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരമ്മയില്ല. और सारे बच्चे हमेशा यही कहते हैं कि अब हमारे लिए प्रार्थना करने के लिए कोई भी नहीं है. ഈ അപ്പന്മാർ മരിച്ച് കിടക്കുമ്പോൾ എല്ലാ അപ്പന്മാരെ പറ്റിയും മക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. और जब पिता मरकर पड़ा हो तो बच्चे कभी भी उनके विषय में ये कभी नहीं कहते हैं. ഇനി പ്രാർത്ഥിക്കാൻ ഒരു അപ്പനില്ലെന്ന് സാധാരണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. और मैंने आज तक कभी नहीं सुना कि बच्चों ने कहा हो कि अब हमारे लिए प्रार्थना करने के लिए कोई पिता नहीं है. ഈ അപ്പന്മാരും അത് പറയിപ്പിക്കണം മക്കളെ കൊണ്ട്. और माताओं को भी ये कहलाना होगा अपने बच्चों से. പക്ഷെ അമ്മമാരെ പറ്റി എല്ലാ മക്കളും പറയും, പ്രാർത്ഥിക്കുന്ന അമ്മ, ഇനി പ്രാർത്ഥിക്കാൻ ഒരു അമ്മയില്ല. मगर हर बच्चा अपनी माँ के बारे में ज़रूर ये कहता है कि अब हमारे लिए प्रार्थना करने के लिए कोई माँ नहीं है. ഈ പ്രകൃതി തന്നെ അതിന് നല്ല ദൃഷ്ടാന്തമാണ്. അപ്പനേക്കാൾ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. और हम इस संसार में भी ये देख सकते हैं कि बच्चों की देखरेख के लिए एक पिता से ज़्यादा माँ ही होती है. ഒരു കോഴിയും പടക്കോഴിയും ഒരു 10-15 കുഞ്ഞു കോഴികളും ഇങ്ങനെ ചിക്കി പതിച്ച് നിൽക്കുക വെളിയിൽ. और अगर हम ध्यान देंगे एक मुर्गा है और मुर्गी है और कुछ उसके बच्चे हैं जो इधर उधर टहल रहे हैं. അപ്പോൾ ഒരു കാക്ക വന്നു അല്ലെങ്കിൽ ഒരു പരുന്ത് വന്നു. और अगर एक कौवा या फिर एक चील आ गई, അതിനെ നിഴലുവട്ടം കാണുമ്പോഴേ തള്ളക്കോഴി ആലച്ച് ഊകി ബഹളം വെച്ച് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചെതകിൻ്റെ അടിയിലാക്കും. और जब उसकी परछाई देखते ही जो मुर्गी है वो बहुत आवाज कर कर अपने पंखों तले अपने बच्चों को ले लेती है. ഈ അപ്പൻ പൂവൻകോഴി കണ്ടതാണ് ഈ കാക്ക വന്നിരിക്കുന്നത്. और ये मुर्गे ने भी देख लिया था कि कौवा या चील आके बैठा है. അയാൾക്കൊരു ബഹളവും ഇല്ല, അലച്ചു ഊകലും ഇല്ല, അയാൾ ചിക്കിയും പതിച്ചപ്പത്തിയും പോട്ട്. और वो ना तो आवाज करता है ना उसको कुछ टेंशन है, वो आराम से अपना रहता है. അയാളുടെയും പിള്ളേരാ ഇത്. और उसके भी बच्चे हैं ये बच्चे, പക്ഷേ അയാൾക്ക് വിഷയമില്ല. मगर उसको कोई भी विषय नहीं है. കണ്ടോ, അപ്പൊ ഈ അപ്പനേക്കാൾ ഉത്തരവാദിത്തം കൂടുതൽ അമ്മമാർക്കാണ് മക്കളെ സൂക്ഷിക്കുക എന്നുള്ളത്. और हम यहाँ पर देख सकते हैं कि एक बाप से ज्यादा माँ को अपने बच्चों के विषय में रहता है हमेशा चिंता. ഇപ്പൊ നമ്മുടെ സഭയിൽ പ്രവാചകൻ വന്നിട്ട് ഒരു ആലോചന പറയും കുടുംബത്തോട്, സംഹാരകനെതിരെ വരുന്നു, തലമുറയ്ക്കെതിരെ പോരാട്ടം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം എന്നൊരു പ്രവാചകൻ വന്ന് പ്രവചിക്കുക. और अगर ऐसा सोचे कि हमारी कलीसिया में एक भविष्यवक्ता ने आकर एक परिवार से भविष्यवाणी करी कि आपके विरुद्ध में एक बहुत बड़ी विपत्ति आ रही है, इसलिए आपको उपवास करना है और प्रार्थना करना है. അപ്പൊ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മ അപ്പനോട് പറയും, കണ്ടോ പ്രവാചകൻ ഭവിച്ചു, കണ്ടോ കൊച്ചിനെതിരെ പോരാട്ടം, പ്രതികൂലം, അതുകൊണ്ട് നമുക്ക് 3 ദിവസം ഉപവസിക്കാം. तो घर जाते ही सबसे पहले माँ अपने पिता से बोलेगी, अपने पति से बोलेगी कि देखो बच्चों के विरुद्ध में एक बड़ी विपत्ति आ रही है, इसलिए हमें 3 दिन का उपवास रखना है. ഉടനെ അപ്പൻ തലതുഞ്ഞു മതി, 3 ദിവസം വേണോ ഉപവാസം? तो इसलिए पति जो है वो अपना सर खुजा के बोलेगा, क्या क्या 3 दिन की उपवास की जरूरत है? നമുക്ക് ഒരു ദിവസം മതിയല്ലോ. क्या हम 1 दिन नहीं कर सकते हैं? ഇല്ല, 3 ദിവസം വേണം. तो माँ बोलेगी कि नहीं नहीं 3 दिन ही चाहिए. ഉടനെ 3 ദിവസം വീട്ടിൽ ഉപവാസം വയ്ക്കുക. तो इसलिए तुरंत ही 3 दिन घर पे उपवास रखेंगे. അപ്പന് ഒരു നേരം ഉപവസിച്ച് 2 നേരം ഭക്ഷിച്ച് 3 ദിവസം ഉപവസിക്കുമ്പോൾ അമ്മ 3 നേരം ഉപവസിച്ച് കുടലുണക്കി അമ്മ ഇരുന്ന് ഉപവസിക്കുക. तो पिता जो होगा वो एक बार खाना खा के और 2 बार एक बार भूखा रह के 2 बार खाना खा के वो 3 दिन बिताएगा, मगर माँ जो है वो पूरी भूखी रहेगी. ഇത് പല ഭവനങ്ങളിലും കാണുന്ന കാഴ്ചയാണ്. और ये हम हर भवन में, ज्यादातर भवनों में देख അപ്പോൾ सकते हैं. അമ്മയുടെ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം. इसलिए माता की उत्तरदायित्व है अपने बच्चों को संभालना. റൂഫോസിന്റെ അമ്മ എന്റെ അമ്മയെന്ന് പൗലോസ് പറയാൻ കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയാണ് റൂഫോസിന്റെ അമ്മ. और जब पौलुस कहता है कि रूफोस की माता मेरी माता है, उसका अर्थ यह है कि रूफोस की माता पौलुस के लिए निरंतर प्रार्थना करती ക്രൂശ് है. ചുമന്നവന്റെ ഭാര്യ പ്രശംസിക്കപ്പെടും എല്ലാ കാലത്തും. और अगर क्रूस उठाने वाले की पत्नी जो है हमेशा प्रशंसा के कारण बनेगी. ഈ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ സമാപിപ്പിക്കാം, അപ്പൻ ക്രൂശ് ചുമന്നു. और अगर जब हम इस विषय को यहाँ पर खत्म करेंगे तो हम ये सोच सकते हैं कि पिता ने क्रूस उठाया, അമ്മ കാവൽക്കാരിയായി, और माता जो है वो रखवाली करती है, മക്കൾ
കർത്താവിൽ പ്രസിദ്ധരായി. और बच्चे जो है परमेश्वर में प्रसिद्ध हो गए. ഇതാണ് കുറേനക്കാരനായ ശീമോൻ നമുക്ക് നൽകുന്ന ആത്മീയ പാഠം. और ये है कुरेन वासी शिमोन हमें देने वाली सीख. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, അപ്പൻ ക്രൂശ് ചുമന്നു, मैं एक और बार बोलना चाहूंगा, पिता ने एक क्रूस उठाया, അമ്മ കാവൽക്കാരിയായി, माँ रखवाली करती है, മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി. बच्चे परमेश्वर में प्रसिद्ध हो गए. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ പഠനം അവസാനിപ്പിക്കാൻ പോവുകയാണ്. एक और बात बोलते हुए हम अपनी इस विषय को यहाँ पर खत्म നമ്മുടെ करेंगे. വാഴ്ത്തപ്പെട്ട കർത്താവ് പീഡാനുഭവത്തിൽ കൂടെ പോകുമ്പോൾ और जब हमारा परमेश्वर दुखों से होकर गुजर रहा था, കർത്താവിനെ ക്രൂശിക്കുന്ന ആ ആഴ്ച പീഡാനുഭവ ആഴ്ച, പാഷൻ വീക്ക് എന്നാണ് പറയുന്നത്. और जिस हफ्ते यीशु मसीह को क्रूस पर चढ़ाया गया उसे पैशन वीक कहा जाता है. ആ പീഡാനുഭവത്തിന്റെ മൂർധന്യാവസ്ഥ തുടങ്ങുന്നത് ഗത്സമന തോട്ടം തുടങ്ങിയാണ്. और जब उस दुख की सबसे चरम सीमा गत्समना के वाटिका में ആ पहुंचती है, ഗത്സമന തുടങ്ങി കാൽവരി ക്രൂശ് വരെ കർത്താവ് 4 കൂട്ടരോട് പ്രതികരിക്കുകയുണ്ടായി. और गत्समना से लेकर कलवरी के क्रूस तक परमेश्वर ने 4 तरीके से 4 लोगों से प्रतिक्रियाएं दिखाई. ഒന്ന്, ഗത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്കറിയ യൂദായുടെ നേതൃത്വത്തിൽ റോമൻ പടയാളികൾ, മഹാപുരോഹിതന്മാരുടെ ചേവകന്മാർ യേശുവിനെ പിടിക്കാൻ തോട്ടത്തിൽ വന്നു. और इस्करियोतिया यूदा के नेतृत्व में जो महायाजकों के सैनिक लोग यीशु मसीह को पकड़ने के लिए गत्समना के वाटिका में आए, तब यीशु मसीह ने उनके साथ में विरोध में प्रतिक्रिया दिखाई. ഉടനെ കർത്താവ് വന്നവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? तुरंत यीशु मसीह ने उनसे पूछा कि तुम किसे ढूंढते हो? അവര് പറഞ്ഞു, നസറേനായ യേശുവിനെ. उन्होंने जवाब दिया कि नासरत के यीशु को हम ढूंढ रहे हैं. കർത്താവിന്റെ മറുപടി, അത് ഞാനാണ്, ഇവർ പോകട്ടെ. और यीशु मसीह का उत्तर यही था कि मैं हूं, उन्हें जाने दो. യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 8 വാക്യം. यूहन्ना का सुसमाचार उसका 18वां अध्याय उसका 8वां वचन. യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 8 വാക്യം. वह बोले, यीशु नासरी को. यीशु ने उत्तर दिया, मैं तो तुमसे कह चुका हूं कि मैं ही हूं. यदि मुझे ढूंढते हो तो इन्हें जाने दो. കണ്ടോ? അപ്പോൾ ഒന്ന്, ഗത്സമന തോട്ടത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രതികരിച്ചു. तो सबसे पहले गत्समना की वाटिका में अपने चेलों के लिए यीशु मसीह ने उत्तर दिया. ശിഷ്യന്മാരെ വിട്ടുകൊടുത്തില്ല. നസന യേശുവാണെങ്കിൽ അത് ഞാനാണ്, ഇവരെ തുടരുത്, ഇവർ പോകട്ടെ. चेलों को उनके हाथ में नहीं दिया, बोला कि अगर यीशु नासरी को ढूंढते हो तो वो मैं हूं, इन्हें छूना नहीं, इन्हें जाने दो. ശിഷ്യന്മാർക്ക് വേണ്ടി ആ പീഡാനുഭവ വേളയിൽ കർത്താവ് പ്രതികരിച്ചു. और उस पीड़ा के अवसर में भी अपने चेलों के लिए यीशु मसीह ने एक प्रतिक्रिया दी. ഇനി 2, മഹാപുരോഹിതന്റെ അരമനയിൽ കർത്താവിനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. और जब महापुरोहित के घर में आमीन यीशु मसीह के खिलाफ में जब बातचीत हो रही थी, അങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴി 2 വട്ടം കൂകി. और जब वो प्रतिक्रिया वो काम हो रहा था, तब मुर्गे ने 2 बार बांग दी. അതിനു മുമ്പ് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഇന്ന് കോഴി 2 വട്ടം കൂകുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിയിരിക്കും. और यीशु मसीह ने उससे पहले पतरस से कहा था कि मुर्गे की 2 बार बांग देने से पहले तो 3 बार मेरा इनकार करेगा. കോഴി കൂകുന്നത് യേശു കേട്ടപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇതിനോടകം പത്രോസ് എന്നെ 3 വട്ടം തള്ളിയിട്ടുണ്ട്. और जब मुर्गे की दूसरी बांग की आवाज यीशु मसीह ने सुनी, तो यीशु मसीह जान गए कि इसी तरीके से पतरस ने 3 बार मेरा इनकार कर ഈ दिया. പത്രോസ് വെളിയിൽ വല്ലതും ഉണ്ടോ എന്ന ചിന്തയിൽ യേശു കർത്താവ് അകത്ത് നിന്ന് വെളിയിലേട്ടൊന്ന് നോക്കി. और क्या पतरस बाहर है, इस बात को देखने के लिए यीशु मसीह ने अंदर खड़े होकर बाहर की ओर देखा. പത്രോസ് വെളി നിൽക്കുകയാണ്. पतरस बाहर खड़ा हुआ था 3 വട്ടം യേശുവിനെ തള്ളി പറഞ്ഞിട്ട് നിൽക്കുകയാണ്. और यीशु मसीह को 3 बार इनकार कर कर पतरस खड़ा हुआ है. കോഴി കൂകുന്നത് പത്രോസ് കേട്ടു. और मुर्गे की बांग को पतरस ने भी सुना. കുറ്റബോധത്തോടെ പത്രോസ് അകത്തോട്ട് നോക്കി. और बड़े दुख के साथ पतरस ने भी अंदर को देखा. ആ 4 കണ്ണുകൾ ഒന്ന് കൂടി പണഞ്ഞു. और वो चारों आंखें एक दूसरे को देखने लगी. പത്രോസ് പുറത്തിറങ്ങി കൈപ്പോടെ കരഞ്ഞു. और पतरस बाहर निकलकर बड़े दुख के साथ रोया. തന്നെ തള്ളിക്കളഞ്ഞ പത്രോസിന് വേണ്ടി ഒരു നോട്ടം കൊണ്ട്
കർത്താവ് പ്രതികരിച്ചു. और अपने यीशु मसीह को तिरस्कार किए हुए पतरस को यीशु मसीह ने एक बार देखा ആ നോട്ടം പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. और वो देख जो थी, वो जो यीशु मसीह ने उसको देखा, उसकी वजह से पतरस फिर दोबारा रास्ते पर आ गया. ഇനി 3, യേശുവിനെ കൊലയ്ക്ക് വിധിച്ചു പീലാത്തോസ്. और तीसरा, पिलातोस ने यीशु मसीह को मृत्यु दंड दे दिया ഭാരമുള്ള ക്രൂശ് യേശുവിന്റെ തോളിൽ വെച്ചു. और वो भारी क्रूस यीशु के कंधे पर रखा गया. ആ ക്രൂശും ചുമന്നുകൊണ്ട് കർത്താവ് ഗോൽഗോത്താ മലയിലേക്ക് പോവുകയാണ്. और वो क्रूस उठाते हुए यीशु मसीह गोलगता की ओर जा रहा है. യേശുവിന്റെ പിന്നാലെ കരഞ്ഞും കൊണ്ട് അനേകം സ്ത്രീകളും നടക്കാൻ തുടങ്ങി. और यीशु मसीह के पीछे रोते हुए बहुत सारी स्त्रियां जा रही हैं. കർത്താവ് തിരിഞ്ഞു നോക്കി അവരെ ആശ്വസിപ്പിച്ചു. और परमेश्वर पीछे मुड़कर उनको देखा और उनको सांत्वना किया. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം लूका का सुसमाचार उसका 23वां अध्याय 27-28 വാക്യങ്ങൾ. 27 और 28 में लिखा हुआ है. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അത്രേ മതി. यीशु ने उनकी ओर फिरकर कहा, है यरूशलेम की पुत्रियों, मेरे लिए मत रो, परंतु अपने और अपने बालकों के लिए रो. അപ്പോൾ കരഞ്ഞും കൊണ്ട് പുറകെ വന്ന സ്ത്രീകളെ തിരിഞ്ഞു നോക്കി കർത്താവ് ആശ്വസിപ്പിച്ചു. तो रोते हुए जो स्त्रियां यीशु मसीह के पीछे आ रही थी, उनको देखकर यीशु मसीह ने उन्हें शांति दिया. ഒന്ന് ഗത്സമനാ തോട്ടത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രതികരിച്ചു. और गत्समना की वाटिका में अपने चेलों के लिए यीशु मसीह ने उत्तर दिया. 2 വിസ്താര വേളയിൽ പത്രോസിന് വേണ്ടി യേശു പ്രതികരിച്ചു. और जब यीशु मसीह के विरुद्ध में बातें उठ रही थी, तब यीशु मसीह ने पतरस की ओर देखकर एक उत्तर दिया. 3 ക്രൂശും കൊണ്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി സ്ത്രീകൾക്ക് വേണ്ടി യേശു പ്രതികരിച്ചു. और तीसरा, जब क्रूस उठाकर वो जा रहे थे, तो पीछे मुड़कर उन स्त्रियों के लिए यीशु मसीह ने एक शांति दिया. ഇനി 4 കർത്താവിനെ ക്രൂശിന്മേൽ തറച്ചു. और अब चौथा, यीशु मसीह को उस क्रूस पर चढ़ा दिया गया. ആ ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ തന്റെ അമ്മ മറിയ നിൽക്കുക. और जब यीशु मसीह को क्रूस पे चढ़ाया गया, उस क्रूस के नीचे उनकी खुद की माता मरियम खड़ी हुई थी. ഇതിനോടകം പിതാവ്, ഈ മറിയാമിന്റെ ഭർത്താവ് ആ യോസെഫ് മരിച്ചു എന്നാണ് പറയുന്നത്. और इससे पहले हम ये कहा जाता है कि मरियम का जो पति है यूसुफ, वो मर चुका है. താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന യോഹന്നാനും ക്രൂശിന്റെ ചോട്ടിലുണ്ട്. और यीशु मसीह जिससे अधिक प्रेम रखता है, वो चेला യോഹന്നാ भी उस क्रूस के नीचे ആ खड़ा है. യോഹന്നാനോട് യേശു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. और യോഹन्ना से यीशु मसीह ने कहा कि ये तेरी माता है. ആ നാഴിക മുതൽ അവൻ അവളെ കൈക്കൊണ്ടു. और वहां पर लिखा हुआ है कि उस समय से लेकर आगे तक उस स्त्री को उसने अपनी मां बना लिया. ക്രൂശിൽ കടന്ന യേശു അമ്മയ്ക്ക് വേണ്ടി പ്രതികരിച്ചു. और क्रूस में लटका हुआ यीशु ने अपनी माता के लिए वहां पर एक प्रतिक्रिया दिखाई है. എന്നാൽ ഒരു വ്യക്തിയോട് മാത്രം കർത്താവ് പ്രതികരിച്ചില്ല. और केवल एक ही व्यक्ति से परमेश्वर ने कोई भी उत्तर नहीं दिया. അത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊതേനക്കാനായ ശീമോനാണ്. और वो व्यक्ति और कोई नहीं है जिसके बारे में हम सीख रहे हैं, वो शिमोन है. അവൻ ഈ ചിത്രത്തിൽ വരേണ്ട വ്യക്തിയല്ല. और वो इस पूरे पिक्चर में आने लायक व्यक्ति नहीं है. തികച്ചും യാദൃശ്ചികമായി ഉന്തിത്തള്ളി ചിത്രത്തിൽ കൊണ്ടുവന്നതാണ്. और बिल्कुल ही अनदेखी रूप से उसको इस पूरे पिक्चर में लेकर आए हैं. യേശുവിന്റെ പുറകിൽ നിന്ന് ക്രൂശ് ചുമക്കുക എന്ന് വെച്ചാൽ മുട്ടേൽ വലിഞ്ഞാണ് ഇവൻ ക്രൂശ് ചുമക്കുന്നത്. और यीशु मसीह के पीछे खड़े होकर क्रूस के उठाने का मतलब है कि वो घुटनों में एक तरीके से क्रूस उठा ആ रहा है. നീണ്ട പോള് ഈ തലേ മുട്ടി ഇങ്ങനെ വലിഞ്ഞാണ് വലിച്ചോണ്ട് പോകുന്നത്. और वो जो पीछे का क्रूस का पिछला हिस्सा है, वो डंडी जो है वो नीचे लगकर घसीटते हुए जा रही है. അപ്പോൾ ശിമോൻ ഇത് ചുമക്കണമെന്ന് വെച്ചാൽ അവൻ മുട്ടേൽ വലിഞ്ഞാണ് അവൻ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത്. और अगर उसको वो पीछे का क्रूस उठाना है, तो वो बिल्कुल घुटनों में आकर ही उठा सकता है. ഗോൽഗോത്താ മലയിൽ ചെന്നപ്പോൾ और जब गोलगोता के पहाड़ के ऊपर पहुंच गए, കർത്താവ് തിരിഞ്ഞ് ഒരു നന്ദി വാക്ക് പറയുന്നതായി ബൈബിളിൽ കാണുന്നില്ല. और हम ये वहां पर नहीं पढ़ते हैं कि यीशु मसीह पीछे मुड़े और शिमोन से एक धन्यवाद का शब्द कहा हो. യേശു തിരിഞ്ഞിവനെ നോക്കിയോ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. हमें ये भी नहीं लिखा गया है कि क्या यीशु मसीह ने मुड़कर उसकी ओर देखा भी. ഉറങ്ങിപ്പോയ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രതികരിച്ചു.
और सो गए शिष्यों के लिए भी परमेश्वर ने प्रतिक्रिया दिखाई थी। തള്ളിപ്പറഞ്ഞ പത്രോസിനു വേണ്ടി യേശു പ്രതികരിച്ചു. और अपने आप को तिरस्कार किए हुए पतरस के लिए भी परमेश्वर ने उसको उत्तर दिया। എന്നാൽ ക്രൂശ് എഴഞ്ഞു വലിഞ്ഞ് ചുമന്നുകൊണ്ടുവന്ന ശീമോന് വേണ്ടി കർത്താവ് പ്രതികരിച്ചില്ല. और ये क्रूस उठाकर घुटनों के बल आए हुए शिमोन के लिए परमेश्वर ने एक भी शब्द नहीं कहा है। എൻ്റെ ബലമായ വിശ്വാസം കർത്താവ് ഇവനെ ഒന്ന് നോക്കിയിട്ടുണ്ടെന്നാണ്. और मेरा ये पूर्ण मानना ये है कि परमेश्वर ने जरूर इसको एक बार देखा होगा। യേശുവിൻ്റെ സ്വഭാവം വച്ച് അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. और यीशु मसीह के स्वभाव के अनुसार मैं ऐसा ही सोचता हूँ। എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ പ്രതിഫലം തരാമെന്ന് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. और अगर मेरे नाम से तुम एक गिलास पानी भी दोगे तो उसका भी प्रतिफल मैं तुम्हें दूंगा, ये यीशु मसीह ने कहा है। ആ കർത്താവ് ഇവനെ തിരിഞ്ഞൊന്ന് നോക്കിയെങ്കിലും കാണും. और उस परमेश्वर ने उसको जरूर मुड़कर एक बार देखा जरूर होगा। ആ നോട്ടത്തിനകത്തെല്ലാം ഉണ്ട്. और उस देख में ही सब कुछ है। ശിമോനെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. शिमोन, मैं तुझे अच्छे से जानता हूँ, കാരണം ഗോൽഗോത്താ മലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ ഉന്തി മാറ്റി. क्योंकि गोलगोता के पहाड़ पर जब चढ़ गए तो इसको धक्का देकर हटा दिया गया। ഗോൽഗോത്താ മലയിൽ യേശുവും ക്രൂശും മാത്രമാണ്. और गोलगोता के ऊपर यीशु और क्रूस अकेले हैं। അവിടെ പിന്നെ ശീമോന്റെ ആവശ്യമില്ല. वहां पर फिर शिमोन की जरूरत नहीं है। ഇവനെ യഹൂദന്മാർ തള്ളി മാറ്റി, നീ പോകാൻ പറഞ്ഞു. और यहूदी लोगों ने इसको धक्का देकर हटा दिया और बोला कि तू चले जा। അവൻ പോകുമ്പോൾ യേശു തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കിക്കാണും. और जब वो वापस जा रहा था तब यीशु मसीह ने मुड़कर उसे जरूर देखा होगा। ശിമോനെ നീ ഇപ്പം പോയിക്കോ, शिमोन तू अभी चले जा, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. मैं तुझे अच्छे से जानता हूँ। നിനക്കൊരു ഭാര്യ ഉണ്ടെന്ന് എനിക്കറിയാം. तू तेरी एक पत्नी है मैं जानता हूँ। നിനക്ക് 2 മക്കളുണ്ടെന്ന് എനിക്കറിയാം. तेरे 2 बच्चे हैं मैं ये जानता हूँ। ഇന്ന് നീ എനിക്ക് വേണ്ടി ചെയ്തത് ഞാനത് നീതിയായി കണക്കിട്ടുള്ളൂ. और तूने आज जो मेरे लिए करा है वो मैं उसे धार्मिकता के रूप पर लिख लेता हूँ। നേരത്തെ 4 പേരോട് കർത്താവ് പ്രതികരിച്ചതിന് അന്നേരം കിട്ടാനുള്ളത് അവർക്കെല്ലാം കിട്ടി. और उससे पहले 4 लोगों से जो यीशु मसीह ने प्रतिक्रिया दिखाई थी उनको जो मिलना था उसी वक्त मिल गया। എന്നാൽ ഈ ശീമോനോട് കർത്താവിനൊരു കടമുണ്ട്. और इस शिमोन से परमेश्वर का एक उधार था। അന്നേരം ശീമോൻ ഒന്നും കിട്ടിയില്ല. और उस समय पर शिमोन को कुछ नहीं मिला। അത് ഒരു കടമായി കർത്താവ് അവശേഷിപ്പിച്ചു. और वो एक उधार के तौर पर शिमोन के ऊपर था। കാലം മുന്നോട്ട് പോയപ്പോൾ കർത്താവ് ആ കടം വീട്ടി. और जब समय आगे बढ़ा तो परमेश्वर ने वो उधार चुका दिया। 2 മക്കളെയും പ്രസിദ്ധരാക്കി മാറ്റി. और उसके दोनों बच्चों को परमेश्वर ने प्रसिद्ध कर दिया। കർത്താവിന് വേണ്ടി എഴഞ്ഞും വലിഞ്ഞും കർത്താവിന്റെ വേല ചെയ്യുന്ന ദാസിമാരാണ് ഇവിടെ ഉള്ളത്. और परमेश्वर के लिए घुटनों पर सेवकाई करने वाले प्रभु के दास और दासी यहाँ पर हैं। ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി പ്രയത്നിച്ചിട്ട് എന്തുകൊണ്ട് കർത്താവ് എന്നോട് പ്രതികരിക്കുന്നില്ല? और इतना सब कुछ करने के पश्चात भी परमेश्वर क्यों मेरे लिए प्रतिक्रिया नहीं दे रहा है? കർത്താവ് കാണാഞ്ഞിട്ടല്ല, परमेश्वर ने अनदेखा नहीं किया है। ഇവൻ തൊട്ട് പുറകിൽ നിൽപ്പുണ്ട് ഈ ശീമോൻ. और उसके बिल्कुल पीछे ही वो शिमोन खड़ा था। ഒരു വാക്കുപോലും കർത്താവിനോട് സംസാരിച്ചില്ല. परमेश्वर ने एक भी बात उससे नहीं कही। അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ और वहां पर पहुंचने के बाद കർത്താവ് ഇവനോട് ഒന്നും സംസാരിച്ചില്ല. परमेश्वर ने उससे कुछ भी नहीं कहा। പക്ഷേ അവൻ ചെയ്തത് സ്വർഗത്തിലെ ദൈവം കുതിച്ചിട്ടു. और मगर शिमोन ने जो करा वो स्वर्गीय परमेश्वर ने लिख कर ले लिया। ദൈവദാസന്മാരെ എഴഞ്ഞും വലിഞ്ഞും കർത്താവിന്റെ വേല ഈ പട്ടണത്തിൽ ചെയ്യുമ്പോൾ, प्रभु के दासों, जब आप रेंगते हुए घुटनों के बल सेवकाई परमेश्वर की इस नगर में करते हैं ഒത്തിരി വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ച് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ, और बहुत सारे दुख और प्रयासों के बीच में आप प्रभु की सेवकाई करते हैं, ആദരവുകൾ ലഭിക്കാതെ പോകുമ്പോൾ, जब आपको कोई भी आदर नहीं मिलता है, ഒരു വാക്ക് കർത്താവിനോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ, जब परमेश्वर मुझसे बातें नहीं कर रहा है ये आपको लगता അവൻ है, കാണാഞ്ഞിട്ടല്ല, അവൻ കാണുന്നുണ്ട്. और वो आपको अनदेखा नहीं कर रहा है, वो आपको देख रहा है। ഒരു കടമായി ദൈവം അത് കുതിച്ചു വച്ചിട്ടുണ്ട്. और वो उधार के तौर पर परमेश्वर ने लिख रखा है। സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. और अपने स्थानों में खड़े हो जाएंगे, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. अपने सरों को झुकाएंगे, प्रार्थना करेंगे। എന്തുകൊണ്ട് കർത്താവ് എന്നോട് പ്രതികരിക്കുന്നില്ല? क्यों परमेश्वर मेरे को उत्तर नहीं दे रहा है? വേദന സഹിക്കുന്ന എന്നോട് എന്തുകൊണ്ട് കർത്താവ് സംസാരിക്കുന്നില്ല? दुख उठाने वाले मुझसे परमेश्वर क्यों बात नहीं कर रहा है? കാണാഞ്ഞിട്ടല്ല, കർത്താവ് എല്ലാം കാണുന്നുണ്ട്. अनदेखा नहीं कर रहा है, परमेश्वर सब कुछ देख रहा है। ഇഴഞ്ഞു വലിഞ്ഞ് ക്രൂശിന്റെ അറ്റം ചുമക്കുന്നത് അവൻ അറിയുന്നുണ്ട്. रेंगते हुए घसीटते हुए आप लोग क्रूस का एक कोना उठा रहे हैं, ये परमेश्वर देख रहा है। ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ലെങ്കിലും
ഭാവിയിൽ കർത്താവ് നീതിയായി കണക്കിട്ട് അവൻ അളന്ന് കുതിച്ച് നല്ലൊരളവ് പ്രതിഫലമായി നൽകുന്നു. अभी भले ही परमेश्वर प्रतिक्रिया उत्तर नहीं दे रहा है, मगर भविष्य में परमेश्वर वो सब कुछ नाप कर आपको दुगना देगा. തലമുറകൾ പ്രസിദ്ധമാകുമ്പോൾ മനസ്സിലാകും അന്ന് കർത്താവിന് വേണ്ടി ക്രൂശ് ചുമന്നതാണ്. जब आपकी संतानें प्रसिद्ध हो जाएंगी तब आप समझ पाएंगे कि उस दिन परमेश्वर के लिए जो मैंने क्रूस उठाया उसका प्रतिफल अभी मिल रहा है. ഇന്ന് പ്രതികരിക്കുന്നവർക്ക് അന്നേരം കിട്ടാനുള്ളത് കിട്ടി അവർ പോകുന്നു. और आज जिसके लिए यीशु मसीह ने प्रतिक्रिया दिखाई, उनको जो कुछ मिलना था वो मिलकर वो चले गए. എന്നാൽ ഈ പാവപ്പെട്ടവൻ ഒരു സാന്ത്വന വാക്കുപോലും കർത്താവിൽ നിന്ന് കേൾക്കാതെ അവൻ ഗോൽഗോത്താ മല ഇറങ്ങിപ്പോവുകയാണ്. मगर ये साधारण व्यक्ति मैं परमेश्वर से एक अच्छी बात भी सुने बिना गोलगोता से उतर आया ഒരു है. പുതിയ സൃഷ്ടിയായി അവൻ യേശുവിനെ കൈക്കൊണ്ട് മടങ്ങിപ്പോവുകയാണ്. और वो एक नई सृष्टि के रूप पर यीशु मसीह को अंगीकार करते हुए उतर कर जा रहा है. അവനെ ഉയർത്തി, അവന്റെ ഭാര്യയെ ഉയർത്തി, और उसको उठाया और उसकी पत्नी को भी उठाया അവന്റെ തലമുറകളെ രണ്ടുപേരെയും ഉയർത്തി. और उसके दोनों बच्चों को आशीषित किया. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയുമല്ല. हमारा परमेश्वर किसी का भी उधार नहीं रखता है और किसी का भी आमीन हालेलुया उधार नहीं रखता है. ജ്ഞാന ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. उस परमेश्वर की गाकर आराधना करेंगे. നമ്മെ അറിയുന്നവൻ, നമ്മളെ അറിയുന്നവൻ, जो हमें जानता है, जो हमें जानता है, തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. और सही समय पर वो हमें उठाएगा. പാടി ആരാധിക്കുക. हम आराधना करेंगे.